ഹിറ്റോണിയ ഡിവോഴ്സിഫോളിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൂക്കളുള്ള ചെടിയാണ് ആസ്റ്ററേസി അല്ലെങ്കിൽ മെക്സിക്കൻ സൺഫ്ലവർ. ഇത് സാധാരണയായി ട്രീ ജമന്തി, മെക്സിക്കൻ ടൂർണസോൾ, മെക്സിക്കൻ സൂര്യകാന്തി, ജപ്പാനീസ് സൂര്യകാന്തി, നിറ്റോബി ക്രിസാന്തമം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി സൂര്യകാന്തി പൂക്കളും ഡെയ്സികളും ഉൾപ്പെടുന്ന ആസ്റ്ററേസി കുടുംബത്തിൽപ്പെട്ടതാണ്. ഈ കുടുംബത്തിൽ 15 ഇനത്തോളം കുറ്റിച്ചെടികളുണ്ട്. മെക്സിക്കോ, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് ഈ ചെടി. ഇത് വളരുന്ന പ്രദേശത്തെ ആശ്രയിച്ച് വാർഷികമായോ അല്ലെങ്കിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്ലാന്റ് യഥാർത്ഥത്തിൽ മെക്സിക്കോയിൽ നിന്നും മധ്യ തെക്കേ അമേരിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വടക്കേ അമേരിക്കയിലേക്കും വ്യാപിച്ചെങ്കിലും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഒരു അലങ്കാര സസ്യമായാണ് ഇത് കണ്ടുവന്നിരുന്നത്. പിന്നീട് ഇത് വ്യാപകമായി പടരുന്ന ഒരു അധിനിവേശ കളയായി മാറി. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 550 മീറ്ററിനും 1950 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഇത് സാധാരണയായി കാണപ്പെടുന്നത് നദികളുടെ സൈഡുകളിലും പാതയോരങ്ങളിലുമാണ്. ജപ്പാനിൽ മെയ്ജി കാലഘട്ടത്തിന്റെ അവസാനം വരെ വിരളമായി ഇത് കൃഷി ചെയ്തിരുന്നുള്ളൂ എങ്കിലും ഒരു അലങ്കാര സസ്യമായാണ് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇറക്കുമതി ചെയ്തിരുന്നത്. ഇതിന് കൈപ്പേറിയ രുചിയുള്ളതിനാൽ നേരിട്ടുള്ള ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിലും വിഷബാധയെ ചെറുക്കാൻ അവർ ഉപയോഗിച്ചിരുന്നു. വിയറ്റ്നാമിലെ ഡാളാട്ട് നഗരത്തിന്റെ ഒരു ഔദ്യോഗിക ചിഹ്നമാണ് ഇതിന്റെ പുഷ്പം. ഇവ ഹെർബൽ മെഡിസിനായി തായ്വാന്റെ വിപണിയിൽ വിറ്റു കണ്ടുവരുന്നു. തായ്ലൻഡിലെ മേഹോങ് സോൺ പോലുള്ള പ്രവിശ്യകളിൽ കർഷകർക്കുള്ള ഒരു പച്ചവളമായി ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നു. ആഫ്രിക്കൻ ഉപോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ ഈ ചെടി അധികമായി കണ്ടുവരുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ അളവ് കുറവ് ആയതിനാലായിരിക്കാം. നിലവിൽ ആഫ്രിക്കയിൽ ഈർപ്പമുള്ളതും അർദ്ധ ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ ഇവ വളരുന്നു. ഇന്ന് ഇത് ഇന്ത്യയിൽ അനുകൂലമായ പ്രകൃതി സാഹചര്യമുള്ള പല പ്രദേശങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നു. വ്യത്യസ്ത പരിതസ്ഥിതിക സംവിധാനങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണിത്. മിതമായ വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു ചെടിയാണ്. വാർഷിക മഴ 1000 മുതൽ 2000 മില്ലിമീറ്റർ വരെ, അന്തരീക്ഷ താപനില 15 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 31 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള പ്രദേശങ്ങളിലും ഈ ചെടി നന്നായി വളർന്നു കാണപ്പെടുന്നു. ഈ ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ ചെടിക്ക് വലിയ അളവിൽ പോഷകങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ചെടി സ്വന്തമായി തന്നെ മണ്ണിൽ ആവശ്യമായ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കും. ഒരു കള എന്ന നിലയിൽ അതിവേഗം പടരുന്ന ഈ ചെടി കർഷകർക്ക് വലിയ അളവിൽ വളപ്രയോഗം നടത്തുന്നത് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു ജൈവ വളവസ്തുവായി കണക്കാക്കാം. മെക്സിക്കൻ സൺഫ്ലവറിന്റെ ഉണങ്ങിയ ഇല നല്ലൊരു വളമായി മണ്ണിൽ പ്രവർത്തിക്കുന്നു. തക്കാളി, ക്യാരറ്റ്, ചോളം മുതലായ ഉയർന്ന മൂല്യമുള്ള വിളകൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതുപോലുള്ള വിളകളുടെ അതിരുകളിൽ ഇത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. ഈ ചെടി വളമായി ഉപയോഗിക്കുന്നത് വിള വർദ്ധിപ്പിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മണ്ണിൽ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് പുനഃസ്ഥാപിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഒരു വളം എന്ന നിലയിൽ 1.76% നൈട്രജനും 0.82% ഫോസ്ഫറസ്, 3.92% പൊട്ടാസ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കന്നുകാലി വളത്തിൽ നിന്നും ലഭിക്കുന്ന കൂടിയ അളവാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് വ്യാപകമായി കണ്ടുവരുന്ന ഈ ചെടിയുടെ സവിശേഷത നമ്മൾ വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. അലങ്കാര മൂല്യത്തെക്കാൾ ഏറെ ഈ ചെടി നമ്മുടെ ജൈവസമ്പത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് വ്യാപകമായി കണ്ടുവരുന്ന ഈ ചെടിയെക്കുറിച്ച് ഒരു വിശദമായ പഠനം ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയതും. ആകർഷകമായ പൂക്കൾക്കും അലങ്കാര സസ്യങ്ങൾക്കും വേണ്ടിയാണ് മെക്സിക്കൻ സൺഫ്ലവർ പലപ്പോഴും കൃഷി ചെയ്യുന്നത്. ഇത് പൂന്തോട്ടങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും മനോഹരമായ ഒരു അലങ്കാരം തന്നെ നൽകുന്നു. ചില പ്രദേശങ്ങളിൽ ദ്രുതഗതിയിലുള്ള വളർച്ചയും ഉയർന്ന ബയോമാസ് ഉൽപാദനവും കാരണം ഈ ചെടി കന്നുകാലികൾക്കുള്ള ഒരു തീറ്റ വിളയായി ഉപയോഗിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ വേഗത്തിലുള്ള വളർച്ചയും ഇതിന്റെ വലിയ ഇലകളും ഈ ചെടിയെ ഒരു പച്ചില വളമോ കവർ വിളയോ ആക്കുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ പല ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അത് ഈ വീഡിയോയിൽ വിശദമായി ഞങ്ങൾ പറയുന്നതാണ്. ഇതിന്റെ തിളക്കമുള്ള മനോഹരമായ പൂക്കൾ തേനീച്ചകളും ചിത്രശലഭങ്ങളും പോലുള്ള പരാഗണത്തെ ആകർഷിക്കുകയും അതിലൂടെ ഇത് വളരുന്ന പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിന് വളരെ വലിയ സംഭാവനയും ചെയ്യുന്നു. എങ്കിലും വലിയ പോസിറ്റീവ് ആട്രിബ്യൂട്ടുകൾ ഉള്ള ചെടിയാണെങ്കിലും ഇത് വളരുന്ന പല പ്രദേശങ്ങളിലും ഈ ചെടി ആക്രമണാത്മകമാകാറുണ്ട്. ഈ സന്ദർഭങ്ങളിൽ തദ്ദേശീയമായ ചെടികളെ ഇത് മറികടക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ തദ്ദേശീയമല്ലാത്ത പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ വ്യാപനം നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില പ്രദേശങ്ങളിൽ പരമ്പരാഗത ചടങ്ങുകളിലോ ആഘോഷങ്ങളിലോ ഒക്കെ ഇതിന്റെ പൂക്കൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന്റെ പൂക്കൾക്ക് വളരെയധികം നാൾ കേടുവരാതെ നിൽക്കാൻ കഴിയുന്ന സവിശേഷതയുമുണ്ട്. അതുതന്നെ ആയിരിക്കാം സാംസ്കാരിക ചടങ്ങുകളിലുള്ള ഇതിന്റെ സ്ഥാനവും. 4 മുതൽ 6 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു വലിയ മധ്യതണ്ടും ഒരു പരിധിവരെ ശാഖകളുമുള്ള ഒരു ചെടിയാണിത്. ഇതിന്റെ ഇലകൾ അണ്ഡാകാരം മുതൽ ത്രികോണാകാരം വരെയുള്ള ആകൃതിയിൽ കാണപ്പെടുന്നു. ഇതിന്റെ പരുക്കൻ ഇലകൾക്ക് ഇടയ്ക്കിടെ 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇലകളും തണ്ടുകളും മൃദുവായ താഴത്തെ അവ്യക്തതയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇലകളുടെ അടിവശം രോമമുള്ളതാണ്. ഈ ഇലകൾക്ക് സാധാരണ സൂര്യകാന്തി ചെടിയുടെ ഇലകളുമായി സാമ്യമുണ്ട്. ഈ പ്ലാന്റിൽ തിളങ്ങുന്ന ഓറഞ്ച് മുതൽ മഞ്ഞ, ചുവപ്പ് നിറത്തിലുള്ള ഒരു സെൻട്രൽ ഡിസ്കുള്ള ഡെയ്സി പോലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. വേനൽക്കാലത്തിന്റെ മധ്യത്തിൽ നിന്ന് മഞ്ഞുകാലം വരെയാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടാകുന്നത്. വളയാൻ സാധ്യതയുള്ളതും പക്ഷികൾ വന്നിരുന്നാൽ ഒടിഞ്ഞു പോകുന്നതുമായ പൊള്ളയായ തണ്ടുകളിലാണ് ഇതിന്റെ പൂക്കൾ കാണപ്പെടുന്നത്. പൂക്കൾ ഒറ്റപ്പെട്ടാണ് ഉണ്ടാകുന്നത്. ഓരോ 3 ഇഞ്ച് പുഷ്പത്തിനും മധ്യേ മഞ്ഞ ഡിസ്ക് പൂക്കൾക്ക് ചുറ്റും ചില ഇനങ്ങൾക്ക് കടു ചുവപ്പ് മുതൽ ഓറഞ്ച് റേം പൂക്കൾ ഉണ്ടായി കണ്ടുവരുന്നു. പൂക്കൾക്ക് പിന്നാലെ ചാരദിനം മുതൽ കറുപ്പ് നിറം വരെ ത്രികോണാകൃതിയിലുള്ള വിത്തുകൾ ഇതിൽ വളരുന്നു. അത് പൊട്ടിച്ചിതറി നിലത്ത് വ്യാപിച്ച് പുനരുൽപാദനം നടക്കുകയും ചെയ്യുന്നു. ഈ ചെടി പൂന്തോട്ടത്തിലോ ഭൂപ്രദേശത്തിന്റെ അതിർത്തികളിൽ ബോർഡറായോ സീനിയകൾ, കൊറിയോപ്സിസ് തുടങ്ങിയ മറ്റു ചെടികൾക്കിടയിൽ മിക്സ് ചെയ്തും വളർത്താം. അതും മനോഹരമായ ദൃശ്യഭംഗി സൃഷ്ടിക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന ഒരു ചെടിയാണിത്. പക്ഷേ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ഇതിന് കഴിയുന്നു. നല്ല നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠ മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വിവിധതരം മണ്ണിലും വളരുന്നു. വിശാല pH ശ്രേണിയിൽ വളരുന്ന ചെടിയാണെങ്കിലും ചെറുതായി അസിഡിറ്റി മുതൽ അല്പം ചാരമണ്ണിലും ഇത് നന്നായി വളരുന്നു. അതായത് 6 മുതൽ 7.5 വരെയുള്ള pH ശ്രേണിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഇത് പൊതുവെ സൂര്യനെ വളരെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുതന്നെയാണ് ഇതിന് മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പേര് വന്നതും. മാത്രമല്ല പൂർണ്ണ സൂര്യപ്രകാശത്തിൽ നല്ല രീതിയിൽ വളരുന്നു. ഇതിന്റെ തണ്ടുകൾ ദുർബലമായതിനാൽ ശക്തമായുള്ള കാറ്റുള്ള പ്രദേശങ്ങളിൽ ഈ ചെടിക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. ഇനി നമുക്കിതിന്റെ വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. വിവിധ തരം മണ്ണിന്റെ അവസ്ഥയിൽ വളരാൻ കഴിയുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ സൺഫ്ലവർ. ഇതിന് പൊതുവെ അധികം വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല. എങ്കിലും പൂന്തോട്ടങ്ങളിലോ മറ്റോ നിങ്ങൾക്ക് ഒരു അലങ്കാര സസ്യമായി വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കാൻ വളം നൽകുന്നത് നല്ലതാണ്. ഈ ചെടി നടുന്നതിന് മുൻപേ നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണിൽ അഴുകിയ കമ്പോസ്റ്റോ ജൈവ വസ്തുക്കളോ ചേർക്കാം. ഇത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും പോഷകങ്ങൾ സ്ലോ റിലീസായി ചെടിക്ക് നൽകാനും സഹായിക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന സമീകൃത വളം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നടുമ്പോൾ നൽകുന്ന വളത്തിന് ശേഷം വളരുന്ന സീസണിൽ ഒന്നുകൂടി വളം നിങ്ങൾക്ക് നൽകാം. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയായതിനാൽ അമിത വളം നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്നതും ഈ ചെടിക്ക് സ്ലോ റിലീസ് വളങ്ങൾ തന്നെ നൽകാൻ ശ്രദ്ധിക്കുക. അതിനായി വളരുന്ന സീസണിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായി ചീഞ്ഞ ചാണകം ഉപയോഗിച്ച് ചെടിയുടെ ചൂട്ടിലെ മണ്ണ് ടോപ്പ് ഡ്രസ് ചെയ്യാം. ഇത് മണ്ണിൽ ജൈവ വസ്തുക്കൾ കൂടി കലരുകയും ക്രമേണ പോഷകങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. പെട്ടെന്നുള്ള പോഷകവർദ്ധനയ്ക്കായി നിങ്ങൾക്ക് ഇലകളിൽ സ്പ്രേ ആയി വെള്ളത്തിൽ ലയിക്കുന്ന വളം പ്രയോഗിക്കും. ഇത് ഇലകളിലൂടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ദ്രുതഗതിയിൽ സസ്യത്തിൽ നിന്നും നല്ല പ്രതികരണം ലഭിക്കുകയും ചെയ്യുന്നു. മണ്ണിൽ മൈക്രോ ന്യൂട്രിയന്റുകളുടെ അളവ് കുറവാണെങ്കിൽ ഇരുമ്പ്, സിങ്ക്, മാംഗനീസ് തുടങ്ങിയ മൈക്രോ സപ്ലിമെന്റുകളുടെ മിശ്രിതം നൽകാനും ശ്രദ്ധിക്കുക. അധിക വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയായതിനാൽ മൈക്രോ ന്യൂട്രിയന്റുകളുടെ പ്രയോഗത്തിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം അമിത വളപ്രയോഗം ചെടിക്ക് ദോഷകരമാണ്. ചെടിയുടെ വളർച്ചയും രൂപവും പതിവായി നിരീക്ഷിക്കുക. അതിന് മതിയായതും എന്നാൽ അമിതമായതുമായ പോഷകങ്ങൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കുക. വിഷ്വൽ സൂചനകളെയും ചെടികളുടെ പ്രതികരണത്തെയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ വളപ്രയോഗ രീതികൾ ക്രമീകരിക്കുക. ഇനി നമുക്കിതിന്റെ രോഗങ്ങളും കീടങ്ങളും പരിശോധിക്കാം. മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, കാറ്റർപില്ലർ, വിഷമഞ്ഞ്, ഇലപ്പുള്ളി എന്നിവയാണവ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും ചുവട്ടിൽ നിന്ന് ഡിവിഷനുകളായി വേർപെടുത്തിയും തണ്ട് വെട്ടി നട്ടും എയർ ലെയറിങ്ങിലൂടെയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാനായി ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔഷധ ഉപയോഗത്തെപ്പറ്റി നോക്കാം. സാധാരണയായി അലങ്കാര മൂല്യത്തിനോ പച്ചില വളമോ ആയോ കാലിത്തീറ്റയായോ ആണ് പല പ്രദേശങ്ങളിലും ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. പല സംസ്കാരങ്ങളിലും ഇത് ഒരു ഔഷധ സസ്യമായി പരമ്പരാഗതമായി വ്യാപകമായി ഉപയോഗിക്കുന്നതല്ലെങ്കിലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ചില ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ചില പഠനങ്ങൾ ഇതിന്റെ സത്തിൽ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഈ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ വീക്കം മുതലായ അവസ്ഥകൾ ചികിത്സിക്കാൻ ഗുണം ചെയ്യും.
ഈ പ്ലാന്റിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ഫൈറ്റോ കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കും. ഇത് വാർദ്ധക്യവും ചില രോഗങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇതിന്റെ സത്തിൽ ആന്റി മൈക്രോബയൽ ഗുണങ്ങളും പരിവേഷണം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചില ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും എതിരായ പ്രവർത്തനം നടത്തുന്നു. ചില പ്രദേശങ്ങളിലെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ മുറിവ് ഉണക്കുന്നതിനായി ഇത് പ്രാദേശികമായി ഉപയോഗിച്ചു വരുന്നു. ഇതിലുള്ള ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളായിരിക്കാം ഈ പരമ്പരാഗത ഉപയോഗത്തിന് കാരണം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ സത്തിൽ ഇമ്മ്യൂണോ മോഡുലേറ്ററി ഇഫക്റ്റുകൾ ഉണ്ടെന്നാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കും. ഇതൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള ചെടികളുടെ സത്തിന്റെ സാന്ദ്രതയിലോ രൂപത്തിലോ ഹാനികരമായ സംയുക്തങ്ങൾ അടങ്ങിയേക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ആവശ്യത്തിന് ഇതുപോലുള്ള ചെടികൾ പരിഗണിക്കുകയാണെങ്കിൽ സസ്യാധിഷ്ഠിത പരിഹാരങ്ങളിൽ വൈവിധ്യമുള്ള ആരോഗ്യ പരിപാലക വിദഗ്ധരുമായോ ഹെർബലിസ്റ്റുകളുമായോ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. മെക്സിക്കൻ സൺഫ്ലവറിന്റെ സവിശേഷത, വളപ്രയോഗം, പാരമ്പര്യ വൈദ്യ ഉപയോഗം, രോഗങ്ങളും കീടങ്ങളും പുനരുൽപാദനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.